അവയവദാനത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി നജീബിനെ കൊച്ചിയിലെത്തിച്ചു. ഗാസിയാബാദിൽ നിന്നാണ് നജീബ് പിടിയിലായത്. കല്ലത്രാസ് മെഡിക്കൽ ടൂറിസം എന്ന വെബ്സൈറ്റ് വഴിയായിരുന്നു നജീബ് ഇടപാടുകൾ നടത്തിയത്. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഈ അവയവദാനം നടത്തിയവരെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗാസിയാബാദിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരങ്ങൾ. മറ്റെന്തൊക്കെ വിവരങ്ങൾ? മാധു, അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യ സൂത്രധാരനിലേക്ക് തന്നെ പോലീസിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് സ്വദേശിയായ നജീബിനെയാണ് ഇപ്പോൾ പിടികൂടുകയും കുന്നത്താട് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഇയാളെ ഗാസിയാബാദിലെ ഒരു വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ, കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നതാണ്. ഇതിനിടയിലാണ് ഇയാളുടെ CDR കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ ഗാസിയാബാദിലെ വീട്ടിലുണ്ടെന്നുള്ള വിവരം ലഭിക്കുകയും പോലീസ് സംഘം അവിടെ എത്തി പിടികൂടുകയും ഇപ്പോൾ കുന്നത്താട് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഒരു രാജ്യാന്തര റാക്കറ്റിന്റെ ഭാഗമാണോ എന്നുള്ള സംശയം പോലും പോലീസിന് ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടി വഴിതെളിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലെന്ന് ഇയാൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. എന്തായാലും ഉടൻ തന്നെ പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്യും. അതിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യുക. എന്തായാലും നേരത്തെ ഈ അവയവദാനം നടത്തിയ ആളുകൾ, കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലേക്ക് പോലീസ് കടന്നിരുന്നതാണ്. വടക്കേക്കര സ്വദേശിയായ ഒരു സ്ത്രീയെ കണ്ടെത്തിയിരുന്നു. അവർ കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അവയവദാനം നടത്തിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ അനധികൃതമായിട്ടുള്ള, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള അവയവദാനം നടന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അധികൃതരുടെയും ഒപ്പം ഡോക്ടർമാരുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നതാണ്. ഇനി പ്രധാനമായും പോലീസിന് അറിയാനുള്ളത് ഇയാളുടെ റാക്കറ്റിൽ മറ്റാരൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ്. എത്ര പേരെ അവയവ കച്ചവടത്തിന് ഇരകളാക്കിയിട്ടുണ്ടെന്ന് അടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി പോലീസിന് ലഭിക്കാനുള്ളത്. വ്യാജരേഖ ചമച്ച കേസിലെ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്ന അയാളെ കൊച്ചിയിലേക്ക് എത്തിച്ചു.